നമസ്കാരം. ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാവേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമുള്ളവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക, നേരിട്ട് വിളിക്കാതിരിക്കുക. അതുപോലെ ജാതക പരിശോധന നടത്തി ഭാഗ്യദായകമായ യന്ത്രങ്ങൾ നിർദ്ദേശിക്കുന്നു. ഭാഗ്യത്തിനും നേട്ടങ്ങൾക്കും സർവവശങ്ങൾക്കുമായി സുദർശന യന്ത്രം, ത്രിപുരസുന്ദരി യന്ത്രം, ധനവരവിനായി ധനലക്ഷ്മി യന്ത്രം, അതുപോലെ തന്നെ വിവാഹ തടസ്സങ്ങളുണ്ടായാൽ അത് മാറുന്നതിനായി സ്വയംവര യന്ത്രം, രാഹുകേതു തടസ്സങ്ങൾ മാറുന്നതിനായിട്ട് അല്ലെങ്കിൽ രാഹുകേതു ദോഷങ്ങൾ മാറുന്നതിനായിട്ട് രാഹുകേതു യന്ത്രം, നവഗ്രഹങ്ങൾ ശക്തി പ്രാപിക്കുന്നതിനായിട്ട് നവഗ്രഹ യന്ത്രം തുടങ്ങി നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളതും നിങ്ങളുടെ ഭാവിയും അതുപോലെ തന്നെ ജീവിതവും സംരക്ഷിക്കുന്നതിനായിട്ടുള്ളതുമായ യന്ത്രങ്ങൾ കൃത്യമായും തയ്യാർ ചെയ്ത് നൽകുകയും ചെയ്യുന്നു. യന്ത്രം ആവശ്യമുള്ളവർ ബന്ധപ്പെടുക. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കവിധ്വജംബുഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഭഗവാനെ വിഘ്നേശ്വര, ഓം മഹേശ്വര, പാർവതി ഭഗവതി നമോ നമഃ. ഓം വസുദേവ സമയപ്പ സ്വാമി കാളിയമ്മേ അന്നപൂർണേശ്വരി ദേവി ദുർഗ്ഗാദേവി. ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. 2026 ജൂൺ മാസം ആദ്യ ആഴ്ച വന്നു ചേരുന്ന ശശമഹാരാജയോഗത്തെക്കുറിച്ചാണ് പറയുന്നത്. 2026 ജൂൺ ആദ്യ വാരത്തിൽ ഉണ്ടാകുന്ന ഗ്രഹസംയോഗങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ശശമഹാപുരുഷയോഗം എന്ന് പറയുന്നത്. ശനി അതിൻ്റെ സ്വന്തം രാശിയായ കുംഭത്തിൽ അല്ലെങ്കിൽ മകരത്തിൽ, അത് ജാതക വിധി അനുസരിച്ച് വന്നു ചേരും. അതിനനുസരിച്ച് ശനിയുടേതായ വരവ് നടക്കുന്നു. കുംഭത്തിലോ അല്ലെങ്കിൽ മകരത്തിലോ ജാതകവിധി അനുസരിച്ച് ശനി വന്നു ചേരുമ്പോൾ ശശപുരുഷ മഹായോഗം ഉണ്ടാകും. പഞ്ചപുരുഷ മഹായോഗങ്ങളിലൊന്നാണ് ശശമഹാപുരുഷയോഗം എന്ന് പറയുന്ന ഈ ഭാഗ്യയോഗം. ഈ യോഗം കർമ്മസ്ഥാനീയരായിരിക്കുന്ന ഗ്രഹങ്ങളെ കൂടി അനുഗ്രഹിക്കുന്ന നിലവാരത്തിലാണ് ശനിയുടെ നിൽപ്പ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ശശമഹാപുരുഷയോഗം ലഗ്നത്തിൽ നിന്നോ ചന്ദ്രനിൽ നിന്നോ ശനി കേന്ദ്രഭാവങ്ങളിൽ 1, 4, 7, 10 ഭാവങ്ങളിൽ വരുമ്പോഴാണ് ശശമഹാപുരുഷയോഗം സൃഷ്ടിതമാകുന്നത്. 2026 ജൂൺ ആദ്യ ആഴ്ചയിൽ ശശമഹാപുരുഷയോഗം സംജാതമാകും. ശശമഹാപുരുഷയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രേഷ്ഠമായിരിക്കുന്ന 7 മാസക്കാലം അനുഭവവേദ്യമാകുന്ന ചില നക്ഷത്ര രാശിക്കാരെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതായത് 2026 ജൂൺ മാസത്തിൽ ശനിയുടേതായിരിക്കുന്ന ഗ്രഹമാറ്റ വ്യവസ്ഥകളിൽ കുംഭം രാശിയിലോ അല്ലെങ്കിൽ സ്ഥിതി അനുസരിച്ച് മകരം രാശിയിലോ എത്തുമ്പോൾ സംഭവിക്കപ്പെടുന്ന ഏറ്റവും മഹാഭാഗ്യമായിരിക്കുന്ന യോഗമാണ് ശശപുരുഷ മഹായോഗം എന്ന് പറയുന്നത്. ശശപുരുഷ മഹായോഗത്തിൻ്റെ ഭാഗ്യം ലഭിക്കുക എന്ന് പറയുന്നത് വളരെ വിശിഷ്ടമാണ്. തുലാം രാശി നക്ഷത്ര ജാതർക്ക് ശശമഹാപുരുഷ യോഗത്തിൻ്റേതായിരിക്കുന്ന ഭാഗ്യം ലഭിക്കുക തന്നെ ചെയ്യും. ചിത്തിര പകുതി, ചോതി, വിശാഖം മുക്കാൽ ചേരുന്ന നക്ഷത്രങ്ങൾ നിലനിൽക്കുന്ന തുലാം രാശിക്ക് ശശമഹാപുരുഷയോഗത്തിൻ്റെ ഭാഗ്യത്തിലൂടെ വളരെയധികം ജീവൽ സമൃദ്ധിയാണ് വന്നു ചേരാൻ പോകുന്നത്. തുലാം രാശിക്കാർക്ക് ശനി പഞ്ചമ ചതുർത്ഥ ഭാവങ്ങളുടെ അധിപനാണ്. ശനി കേന്ദ്രത്തിൽ നിൽക്കുമ്പോൾ ഈ നക്ഷത്ര ജാതർക്ക് തൊഴിൽപരമായിട്ടുള്ള പുരോഗതി, വിദ്യാഭ്യാസപരമായ പുരോഗതി,
യാത്രകളിലൂടെയുള്ള പുരോഗതി തുടങ്ങി അവരാഗ്രഹിക്കുന്നത് ഏതു നിലവാരത്തിലാണോ ആ നിലവാരത്തിൽ തന്നെ പുരോഗതി എത്തിച്ചേരുക എന്ന് പറയുന്നത് ഭാഗ്യദായകമായ അനുഭവമാണ്. ശശമഹായോഗത്തിലൂടെ ഈ നക്ഷത്ര ജാതർക്ക് വന്നു ചേരുന്ന ഭാഗ്യത്തിൻ്റേതായിരിക്കുന്ന വിധി വളരെ വലുതാണ്. വിദ്യാർത്ഥികൾക്ക് അതുപോലെ തന്നെ തൊഴിലന്വേഷകരായിരിക്കുന്ന യുവതി യുവാക്കൾക്ക് തീർച്ചയായും ജീവിതത്തിൻ്റേതായിരിക്കുന്ന സമ്പൽ സമൃദ്ധിദായകത്വത്തിലേക്ക് വന്നു ചേരുവാൻ ശശമഹാരാജയോഗത്തിലൂടെ സാധിക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ ദീർഘകാലമായി മുടങ്ങിക്കിടന്നിരുന്ന പല പദ്ധതികളും പൂർത്തീകരിക്കുവാൻ കഴിയും. വിശാലമായിരിക്കുന്ന ഒരു ലോകത്തിലൂടെയുള്ള സഞ്ചാരം പോലെയാണ് 7 മാസക്കാലത്തോളം ഈ നക്ഷത്ര ജാതർക്ക് ജീവിതം തോന്നുന്നത്. കാരണം എവിടെയും ഇവർക്ക് എന്തും സ്വന്തമാകുന്നതായിട്ടുള്ള അനുഭവമാണ് വന്നു ചേരാൻ പോകുന്നത്. അടുത്തത് വൃശ്ചികം രാശിയാണ്. വിശാഖം കാൽ അനിഴം തൃക്കേട്ട ചേരുന്ന വൃശ്ചികം രാശി. വൃശ്ചികം രാശിക്കാർക്ക് 4-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് ഭവന നിർമ്മാണത്തിനും വാഹന വരവിനും ഉത്തമമാണ്. കൂടാതെ കർമ്മരംഗത്ത് പുതിയ പദ്ധതികൾ സൃഷ്ടിച്ചെടുക്കുവാൻ ഈ നക്ഷത്ര ജാതർക്ക് സാധ്യമാകും. അതുപോലെ തന്നെ സ്ഥിരമായ വരുമാന മാർഗങ്ങളും ഇപ്പോൾ ഉണ്ടാകുന്ന വരുമാന മാർഗങ്ങളുടെ വർധനവിനും ഈ ശശമഹ രാജയോഗം വഴി ഈ നക്ഷത്ര ജാതർക്ക് വന്നു ചേരുന്ന ഭാഗ്യമായി മാറും. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശശമഹ രാജയോഗം ഭാഗ്യദായകമായ ധാരാളം അനുഭവങ്ങൾക്ക് വഴിവെക്കുകയാണ്. ജീവിതത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും ധാരാളം അനുഭവിക്കുന്ന വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇനി വരാൻ പോകുന്ന 7 മാസക്കാലം എന്ന് പറയുന്നത്, അതായത് ഈ ശശമഹ രാജയോഗത്തിൻ്റെ അല്ലെങ്കിൽ ശശമഹ പുരുഷയോഗവും രാജയോഗവും ഏകദേശം ഒന്ന് തന്നെയാണെന്ന് പറയേണ്ടി വരുന്നു. അത്രത്തോളം അനുഭവങ്ങളാണ് ഈ നക്ഷത്ര ജാതർക്ക് വരുന്നത്. രാജകീയമായിരിക്കുന്ന ജീവിത നിലവാരത്തിന് എത്രത്തോളം മഹത്വപൂർണതയുണ്ടോ അത് ഇവിടെ ലഭിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കണ്ണുനീരിനും ദുഃഖത്തിനുമൊക്കെ ഒരു അറുതി വരികയും കടബാധ്യതകളൊക്കെ പൂർണ്ണമായി നീങ്ങുകയും അതിനുള്ള വഴി ഒരുങ്ങുകയും ആഹ്ലാദപൂർണമായ കുടുംബ ജീവിതവും ദാമ്പത്യ ജീവിതവും ഒക്കെ ഉണ്ടാകുന്നതിന് കാരണമാകുമെന്നുള്ളതാണ്. അടുത്തത് മകരം രാശിയാണ്. ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം പകുതി ചേരുന്ന മകരം രാശി. ശനി സ്വന്തം രാശിയായ മകരത്തിൽ ബലവാനായി നിൽക്കുന്നത് ഈ രാശിക്കാർക്ക് അതീവ ഗുണമാണ് നൽകുന്നത്. വ്യക്തിത്വ വികസനം, ആരോഗ്യം, ആത്മവിശ്വാസം വർദ്ധിക്കൽ എന്നിവയിലൊക്കെ വലിയ പുരോഗതി ഉണ്ടാകും എന്നുള്ളത് എടുത്തു പറയേണ്ടുന്ന കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ശത്രുക്കളെ പരാജയപ്പെടുത്താനും കാര്യങ്ങളെ സ്വന്തമായി വിലയിരുത്തി മുൻപോട്ട് കൊണ്ടുപോകാനും അത് ഭാഗ്യദായകമാകുന്ന അവസ്ഥയിൽ എത്തിക്കുന്നതിനും വളരെയധികം അനുഗ്രഹം ഈശ്വരനാൽ തന്നെ ഇവർക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം വ്യക്തമാവുകയാണ്. ശശപുരുഷ മഹായോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ഭാഗ്യദായകത്വം അനുഭവിക്കുവാനുള്ള ഭാഗ്യം മകരം രാശി നക്ഷത്ര ജാതർക്ക് ഭാഗ്യമുണ്ട്. മകരം രാശി നക്ഷത്ര ജാതരെ സംബന്ധിച്ചിടത്തോളം ശശ മഹാപുരുഷ യോഗത്തിൻ്റെ ഫലമായി മുന്നോട്ടുള്ള യാത്രകളെല്ലാം തന്നെ ഭാഗ്യദായകമാകും. ഭാഗ്യക്കുറി പോലെയുള്ള വലിയ ഭാഗ്യ അവസരങ്ങളൊക്കെ ജീവിതത്തിൽ വന്നു ചേരാൻ ഉള്ള വ്യവസ്ഥിതി കാണുന്നുണ്ട്. സൗഹൃദ വ്യവസ്ഥകളിലൊക്കെ ചെന്നുപെടും. ആ സൗഹൃദങ്ങൾ തന്നെ ഭാഗ്യദായകങ്ങളാണ്. അതുപോലെ തന്നെ പ്രണയത്തിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ച് ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും അത് വളരെ പുരോഗമനത്തിലൂടെ നിങ്ങളുടെ കൈകളിൽ സ്വസ്ഥമായി എത്തിച്ചേരുക തന്നെ ചെയ്യും. അപ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കിക്കണ്ട് ചെയ്താൽ വിജയത്തിൻ്റേതായിരിക്കുന്ന പാതയിൽ എത്തിച്ചേരാനുള്ള ഭാഗ്യമാണ് ശശമഹാപുരുഷയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രാശിക്കാരിലേക്ക് വന്നു നിറയുന്നത്. അടുത്തത് കുംഭം രാശിയാണ്. അവിട്ടം പകുതി ചതയം പൊരുരുട്ടാതി മുക്കാൽ ചേരുന്ന കുംഭം രാശി. കുംഭം രാശിക്കാരുടെ ശനി ലഗ്നത്തിൽ തന്നെ നിൽക്കുന്നത് കൊണ്ടും അത് ബലമാകുന്ന അവസ്ഥ ഉള്ളതുകൊണ്ടും ശശമഹ പുരുഷയോഗത്തിൻ്റേതായ ഭാഗ്യം വളരെ കൂടുതൽ അനുഭവിക്കുവാനുള്ള വ്യവസ്ഥിതി വിധിപരമായി ഇവരിൽ വന്നു ചേർന്നിട്ടുണ്ട്. നോക്കുന്നതും കാണുന്നതും
തൊടുന്നതും ഭാഗ്യമായി മാറുന്ന അവസ്ഥയിലേക്കാണ് കുംഭം രാശിക്കാരുടേതായ വ്യവസ്ഥ എത്തുന്നത്. ഈ രാശിക്കാർക്ക് സമൂഹത്തിൽ അംഗീകാരവും പ്രശസ്തിയും സാമ്പത്തികമായ മേന്മയും ഉണ്ടാകുമെന്നുള്ളതാണ് ശശമഹാപുരുഷ യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്ന 7 മാസക്കാലം ഭാഗ്യത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും കാലമാണെന്ന് വിശ്വസിക്കാം. കരിയറിലും ബിസിനസ്സുകളിലും വലിയ മാറ്റം പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും കൂട്ടുചേർന്നുള്ള ബിസിനസ്സുകൾ വളരെ ഉയർന്ന നിലവാരത്തിലേക്ക് നിങ്ങളെ എത്തിക്കുക തന്നെ ചെയ്യും. തൊഴിൽ സാധ്യത ഏറുന്ന വർഷമായിട്ട് 2026 കണക്കാക്കേണ്ടി വരും. ശശമഹാപുരുഷയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ യുവതീ യുവാക്കൾ ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ തൊഴിൽ സാധ്യതയിൽ ചെന്നുപെടാൻ കഴിയും എന്നുള്ളതാണ്. അടുത്തത് ഇടവം രാശിയാണ്. കാർത്തിക മുക്കാൽ രോഹിണി മകയിരം പകുതി ചേരുന്ന ഇടവം രാശി. ഇടവം രാശിക്കാർക്ക് 10ാം ഭാവത്തിൽ ശനി എത്തിച്ചേരുമ്പോൾ തൊഴിൽ രംഗത്തും കർമ്മ രംഗത്തും പുരോഗതി സാധ്യമാകും എന്നുള്ളതാണ്. പൂർത്തീകരിക്കാതെ കിടന്നിരുന്ന പല വ്യവസ്ഥകളും പൂർത്തീകരിക്കുവാൻ കഴിയും. വിദേശ രാജ്യങ്ങളിലേക്ക് തൊഴിൽപരമായി പോകണം എന്നാഗ്രഹിച്ചിരുന്നവർക്ക് ആ ആഗ്രഹം സഫലീകരിക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ തൊഴിൽ മേഖലയിൽ നിൽക്കുന്നവർക്ക് പുരോഗമനം, അതായത് ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ലഭിക്കുക, അതുപോലെ തന്നെ പ്രൊമോഷൻ സാധ്യതയുണ്ടാവുക, വളരെ ശമ്പളത്തിലൊക്കെ വർധനവ് വന്നു ചേരുക തുടങ്ങിയവയൊക്കെ സംഭവിക്കുന്ന സമയമാണ് ഇനി വരാൻ പോകുന്ന 7 മാസക്കാലത്തോളം. ശശമഹാപുരുഷയോഗത്തിൻ്റെ ഭാഗ്യത്തിലൂടെ അത് അനുഭവവേദ്യമാകാൻ പോവുകയാണ്. അതുപോലെ തന്നെ സമൂഹത്തിൽ അംഗീകാരവും നേതൃത്വ സ്വഭാവവും ഈ രാശിക്കാർക്ക് വന്നു ചേരും. വലിയ പദവികളിലൊക്കെ എത്തിച്ചേരാനുള്ള ഭാഗ്യവും ഈ രാശിക്കാരിൽ കാണുന്നുണ്ട്. സാമ്പത്തികവും സാമൂഹികവും രാഷ്ട്രീയവുമായ രംഗങ്ങളിൽ നിൽക്കുന്ന ഇടവം രാശി നക്ഷത്ര ജാതർക്ക് പൂർണ്ണമായും നേതൃത്വ സ്ഥാനത്തിലൊക്കെ എത്തിച്ചേരാനുള്ള ഭാഗ്യവും കാണുന്നുണ്ട്. ശനി അലസതയെ വെറുക്കുന്ന ഗ്രഹമായതുകൊണ്ട് വളരെ കൂടുതൽ അധ്വാനം ആവശ്യമായി വരും. കർമ്മകാര്യങ്ങളിൽ കൃത്യനിഷ്ഠ പാലിക്കുന്നത് വളരെ ഭാഗ്യദായകമാകും. ശനീശ്വര ക്ഷേത്രത്തിൽ പോകുന്നതും പ്രീതിപ്പെടുത്തുന്നതും വളരെ ഭാഗ്യദായകമാണ്. തീർച്ചയായിട്ടും ശശമഹാ പുരുഷയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് പഞ്ചഭാഗ്യ യോഗങ്ങളിൽ ഒന്നാണിത് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഭാഗ്യ ശൃംഖലകൾക്കുള്ളിൽ വന്നു ചേരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 5 രാശിക്കാരായിരിക്കുന്ന നക്ഷത്രജാതർക്ക് വലിയ ഭാഗ്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.